യെസ് ഗൈസ്, ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇവിടെ നല്ല റെയിൻ ഉണ്ട്. സോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ റെയിനാണ്. ചെറിയ ഇരുണ്ട് മൂടിയൊക്കെ ഇരിക്കണം, വെയിലൊന്നും വന്നിട്ടില്ല. എന്താവും അറിയില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട്, കാരണം മഴ വീണാനോട് നമുക്ക് ഔട്ട്ഡോർ ഒന്നും അധികം ഇപ്പോൾ പറ്റത്തില്ലല്ലോ. സോ എങ്ങോട്ട് പോകുമെന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്, അല്ലേ യേശുക്കുട്ടി? ഇല്ല. ഓക്കെ ശരി. ശരിക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോകേണ്ടത് നിസാമി സ്ട്രീറ്റിലോട്ടാണ്. പക്ഷേ ഈ മഴയൊക്കെ കാരണം കൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നിസാമി മോളിലോട്ടാണ്. ഈ ബാക്കോലുണ്ടല്ലോ, നമുക്ക് വേറെ ഒരു ട്രാവൽ ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സ്വയമായിട്ട് തന്നെ പോകാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ബോൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രമും ടൂവും എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കറക്റ്റ് കാണിക്കും. ഏത് എമൗണ്ടും കാണിക്കും, വണ്ടിയും കാണിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് കറക്റ്റ് പോയി ഇറങ്ങാൻ പറ്റും. അതും വളരെ പ്രൈസ് കുറവിൽ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് ടാക്സി വിളിക്കുകയും ചെയ്യരുത് കേട്ടോ, ഭയങ്കര എമൗണ്ട് ആവും. സോ ബോൾട്ട് ആപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിസാമി മോൾ എത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിസാമി മോളിലാണ്. നിസാമി സ്ട്രീറ്റിൻ്റെ അടുത്തുള്ളൊരു മോളുണ്ട് അവിടെ, നിസാമി മോൾ എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. കാരണം പുറത്തിപ്പോൾ മഴയൊക്കെയാണ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കുറച്ച് നേരം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് കയറിയതാണ്. ഇവിടെ എല്ലാം ഉണ്ട്. നിസാമി സ്ട്രീറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. അല്ലെങ്കിൽ കാർ വിളിച്ച് പോകാൻ, ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് പോകാം. അതെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ കയറി ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം പുറത്ത് മഴയൊക്കെ ഉണ്ട്. ഫ്ലെയിം ടവറിന്റെ ഒക്കെ പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇശക്കുട്ടി ഇങ്ങോട്ട് വാ. ആക്ച്വലി 10 ഡിഗ്രി ആണ് ടെമ്പറേച്ചറെങ്കിലും ഒരു 2 ഡിഗ്രിയുടെ ഫീലുണ്ട്. അപ്പോൾ ഞങ്ങൾ നിസാമി മോളുടെ പുറത്തോട്ടുള്ള സ്ട്രീറ്റിൽ കൂടെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാർജിങ് കേബിള് എടുക്കാൻ മറന്നു നാട്ടിൽ നിന്നല്ല, ദുബായിൽ നിന്ന് ഞാൻ മറന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറി കേബിൾ വാങ്ങിച്ചു. പിന്നെ നിറയെ ഷോപ്പുകൾ, ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാത്തിനും. കുട്ടി ഭയങ്കര കളി വെള്ളത്തിൽ. ഈ വെള്ളത്തിലൊന്നും കളിക്കാൻ പാടില്ല കുട്ടി. ഇങ്ങോട്ട് വാ. ജമ്പിക്കൊന്നും പറ്റില്ല. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു. നല്ലൊരു വൈബാണ് ഇതിൽ നടക്കാൻ. അത്യാവശ്യം നല്ലോണം തണുപ്പുണ്ട്. യെസ്, നല്ല രസമായി. നല്ല തണുപ്പുണ്ട്. എന്നാലും തണുപ്പുണ്ട്. ഇവിടേക്ക് വരുന്നവരുണ്ട്, എന്തായാലും ഇത് മറക്കരുത് ടോയ് സെറ്ററൊന്നും എടുക്കാനായിട്ട്. അതുപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഉടുപ്പുകളൊക്കെ പിന്നെ കൊണ്ടുവരാം. നല്ല തണുപ്പാണ്. മഴയൊക്കെ തോർന്നൊരു ഇത് സെറ്റായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസാമി സ്ട്രീറ്റ് പോയാലോ? അപ്പോൾ നമുക്ക് എന്തെടുക്കണം? ബോൾട്ട് ആപ്പ്. അപ്പോൾ ബോൾട്ട് ആപ്പ് എടുത്ത് നമ്മൾ നിസാമി സ്ട്രീറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിനി നിസാമി സ്ട്രീറ്റിലോട്ട് പോവാം. നിസാമി സ്ട്രീറ്റിൽ നിന്ന് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പം നിസാമി ഫൗണ്ടൈൻ സ്ക്വയർ എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റും. ഓക്കെ, ഇശക്കുട്ടി കളിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു ഇശക്കുട്ടി, പതുക്കെ വീഴരുതിട്ടാ. ഇശക്കുട്ടി. അയ്യടാ, ഇശക്കുട്ടിക്ക് ഇവിടെ മൊത്തത്തിൽ ഇഷ്ടമായി തോന്നുന്നുണ്ട്. അസർബൈജാൻ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി സിം എടുക്കാൻ പോയ സ്ഥലം മുതലേ എല്ലായിടത്തും നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കാണുന്നുണ്ട്. ക്രിസ്മസ് എടുത്തുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ്, ലൈറ്റ്സ്, സ്റ്റാറും എല്ലാം ഉണ്ട്. ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫുൾ പ്രാവുകളാണ്.
നിസാമി സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ യശക്കുട്ടി? എന്താ വേണ്ട യശക്കുട്ടിക്ക്? പിങ്ക് അംബ്രല വേണം യശക്കുട്ടിക്ക്. നല്ല വൈബാണ്. ചുമ്മാ നടക്കാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. അതെ, അടിപൊളി. പിന്നെ ഇന്ന് മഴ പെയ്തുകൊണ്ട് ഫുള്ള് വെള്ളമുണ്ട്. നല്ല രസമുണ്ട്. നമ്മള് സ്വെറ്ററൊന്നും ഇടാതെ നടക്കുന്നു. നല്ല തണുപ്പാ. അതെ, ഇപ്പൊ കുറച്ച് കുറഞ്ഞുണ്ട്. അതെ, നല്ല മഴയൊക്കെ ആയിരുന്നു. അതെ, ഓടിച്ചെന്നു പതുക്കെ 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 വീട് വീണ് വീണ് വീണ്. ഷോക്കിന്റെ ഷോറൂം കാസിയോ ജി ഷോക്ക്. ജി ഷോക്ക് ഏറ്റവും ലാസ്റ്റത്തെ പീസ് കണ്ട. എസ് ഹെക്സഗൺ ഷേപ്പിലുള്ളത്. ദിസ് ലാസ്റ്റ് കാണുന്ന ബ്ലാക്ക്, ഇതാണ് എൻ്റെ ജി ഷോക്ക്. അതിൻ്റെ ഗ്രീനാണ് എൻ്റെ മിലിറ്ററി ഗ്രീൻ. സോ അസർബൈജാൻ പോകാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണുപൂട്ടി വന്നു. അടിപൊളി സ്ഥലമാണ്. ഷോപ്പുകളാണ് ഇവിടെ. നല്ല അടിപൊളി സ്വീറ്റ്സ് ഷോപ്പുകളും അതുപോലെ തന്നെ സെറ്റേഴ്സും ക്യാപ്പുകളും എല്ലാം കിട്ടുന്ന, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സ് ഇഷ്ടം പോലെ ഉണ്ട് നിസാമി സ്ട്രീറ്റിൽ. പിന്നെ ഒരുവിധം എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിസാമി സ്ട്രീറ്റിൽ കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഇശക്കുട്ടിക്ക് ഗ്ലൗസ് മേടിച്ചു. ഗ്ലൗസ് കാണിച്ചു ഇശക്കുട്ടി. നോട്ടെ ഗ്ലൗസ് കൈ കാണിക്കേ. ആ, ഇശക്കുട്ടിക്ക് ഗ്ലൗസ് വാങ്ങിച്ചു. നമ്മള് സോവനീസ് വാങ്ങിച്ചു. ഇവിടെ ഇഷ്ടം പോലെ സോവനീസ് ഉണ്ട്. അതെ, നിസാമി സ്ട്രീറ്റിൽ ഫസ്റ്റ് ഉണ്ട്. നീ ഇങ്ങോട്ട് വാ. കം ഹിയർ. നമ്മുടെ ബാഗിൽ നിന്ന് കാണിച്ചാൽ മതി. ബാ. അതെ, നമ്മൾ വാങ്ങിച്ചത്. അതെ, കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. കുട്ടി കിഡിലൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല ഡെക്കറേറ്റ് ചെയ്ത് എന്ത് ഭംഗിയെന്നറിയോ അതൊക്കെ കാണാനായിട്ട്. അതെ, ബാക്കി എല്ലാവരും സെപ്പറേറ്റ്. നമുക്ക് നല്ല കപ്പാസിറ്റി. സഞ്ജു നോക്കി, പൂച്ച എല്ലായിടത്തും ഒരേപോലെയാണ് കണ്ട. നമുക്ക് ഗൾഫിലെ പൂച്ചയും നാട്ടിലെ പൂച്ചയൊക്കെ സെയിം സാധനം. അതെ, കുറച്ച് ക്യൂട്ടാണ്. ഇഷ്ടപ്പെട്ട് മുമ്പാണത്, വെള്ളമാണ്. നമ്മൾ ഈ കറൻസി എക്സ്ചേഞ്ചിലൊക്കെ കയറി കുറച്ച് ഡോളേഴ്സ് മന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ടാക്സി വിളിക്കാൻ പോവാണ്. ഹോട്ടലിലേക്ക് പോകാമെന്ന് വെച്ചു. പക്ഷെ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞങ്ങൾ സ്വെറ്റർ എടുത്തില്ല. അപ്പോൾ സ്വെറ്റർ എടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈലാൻഡ് പാർക്ക് പോകാം. അതെ, എല്ലാവരും സ്വെറ്റർ ഇട്ടാ വന്നേക്കും. നമ്മൾ മാത്രം സ്വെറ്റർ ഇടാം. കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ, സൺഡേ കൂടി ആണല്ലോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം നിസാമി സ്ട്രീറ്റിലേക്ക് വരാം. അടിപൊളിയാട്ടോ, പുതിയ ബിൽഡിങ്സ് ഒക്കെ. യെല്ലോ കളറായിട്ട് വന്നിട്ടേ മ്യൂസീഷ്യൻ കണ്ട, മ്യൂസീഷ്യൻ ഹോട്ടലിൽ നമ്മുടെ ഇതെടുക്കാം. എന്താ കോട്ട്. അങ്ങനെ കോട്ടൊക്കെ എടുത്തു. നമുക്കിനി ലിറ്റിൽ വെനീസ് അല്ലെങ്കിൽ മിനി വെനീസ് ബാക്കോല് പോവാം. അതിനടുത്ത് തന്നെ കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാസ്പിയൻ സീ ഉണ്ട്, ഫ്ലെയിം ടവർ കാണാൻ പറ്റും, പിന്നെ കാർപ്പറ്റ് മ്യൂസിയം ഉണ്ട്, ഡെനീസ് മോൾ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു ലിറ്റിൽ വെനീസിനടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ലിറ്റിൽ വെനീസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ
ലിറ്റിൽ വെനീസിലെത്തിയല്ലേ. അതിന്റെ ബാക്കിൽ കാസ്കേൻസി കാണാൻ എന്താ ഒരു ഭംഗി. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ലിറ്റിൽ വെനീസ്. എന്താ നോക്കി മരങ്ങളൊക്കെ എന്താ ഒരു ഭംഗിയല്ലേ. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. നമുക്ക് ഗ്രൂപ്പായിട്ടും പ്രൈവറ്റ് ആയിട്ടും ഒക്കെ ബോട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. സൂപ്പർ അടിപൊളി. വാവ്. സിംഗം സിംഗം. നമ്മള് ദുബായിലാണെങ്കിൽ അബുദാബിയിൽ ഇതുപോലെ ഒരു വെനീസ് ഉണ്ട്. ഇതേ ടൈപ്പ് ആണോന്ന് അറിയില്ല, പക്ഷെ അവിടെ ഇതുപോലെ തന്നെ ഒരു മിനി വെനീസ് പോലെ ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ് ഫ്രീസിങ്, ഭയങ്കര തണുപ്പാണ്. ഒരാളിത് ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. ഈശക്കുട്ടി കാണിച്ചാ അടുത്തപ്പിടാൻ ഉടുക്കത്തെ തണുപ്പാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇനി നാളെ മഞ്ഞില് പോകുമ്പോ എന്തായിരിക്കാവോ. നമുക്ക് അതിന്റെ മേലെ കയറാം, അപ്പൊ നല്ല രസമുണ്ടാവും. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ള ഫുള്ള് ചുറ്റി കാണാം. ഇവിടെ കാസ്പിയൻ സീ ആണ് അപ്പുറത്ത് കാണുന്നത്. സോ നമുക്ക് ഇവിടെ ഫുള്ള് ചുറ്റി കാണാം എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. ബോട്ടിങ് ഞങ്ങൾ പോകലാന്ന് വെച്ചു, കാരണം തണുപ്പുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ ബോട്ടിങ് പറ്റില്ല. തുറന്നാ ഡാഡിക്ക് കൊടുക്ക്. അപ്പം നമുക്ക് ഇവിടെ ഫുള്ള് ചുറ്റി കണ്ടോക്കാം. നമ്മളിപ്രാവശ്യം ഗൈഡൊക്കെ എടുക്കാണ്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് തന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹമായിരുന്നു. സോ നമ്മളായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഇറങ്ങും. അതൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് പോവാനും കറങ്ങാനും കാണാനൊക്കെ പറ്റും. പിന്നെ ഗൈഡ് ഉണ്ട്. ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറും വണ്ടിയും കൂടി നമുക്ക് ദൂരേക്ക് പോകാനായിട്ട്. അതെ, നമ്മൾ നാളെ ഷഹദാഗ് പോകുന്നുണ്ട്, പിന്നെ ഗബാല പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ വണ്ടി ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബക്കു നമ്മൾ ഇവിടെ നമ്മൾ സ്വയം തന്നെ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കയറി നോക്കാം. ഒരാൾ കേട്ട കയറട്ടെന്ന് തുടങ്ങി. മഴ പൊടിയാണ്. വാവ്, ഫീലാണ്. ഇപ്പൊ ഇവിടെ ഓട്ടം അവസാനിപ്പിച്ച് വിന്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ അതിലൊക്കെ കുറേ മരങ്ങൾ ഇപ്പോഴും യെല്ലോ കളറിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടി ഫുള്ള് ഓട്ടാണ്. ഈ കാണുന്ന ഹൈറ്റിലുള്ള ടവർ ബക്കു TV ടവർ എന്നാണ് ഇതിൽ കാണുന്നത് ഗൂഗിളിൽ. നല്ല ഹൈറ്റിലുള്ളൊരു സ്ലീക്കായിട്ടുള്ളൊരു ടവറാണ്. അടിപൊളിയായിട്ട് ഫ്ലെയിം ടവർ കാണാം. നൈറ്റിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും.
ഓട്ടം ഫ്ലവേഴ്സ്, ഓട്ടം ലീവ്സ്. ഈശക്കുട്ടി കളിക്കണോടാ മുന്നു? ആവശ്യമില്ലാത്ത കായം കഴിക്കണം. എന്തൊക്കെയോ കായകളുണ്ട് അല്ലേ? കാസ്പിയൻ സീ, അടിപൊളി വ്യൂ. ബേർഡ്സ് പറക്കുന്നു. ബാക്കു സിറ്റിയിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ എവരിവൺ.